നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ബൈവേരിയറ്റ് റാൻഡം വേരിയബിൾ ആണ്. ഇത് അടുത്ത മൊഡ്യൂളായിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത് സെക്കൻഡ് സെമസ്റ്ററിൽ. അപ്പോൾ ബൈവേരിയറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചെല്ലാം ഒറ്റ വേരിയബിൾ അല്ലായിരുന്നു. എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ അല്ലായിരുന്നു. ലെറ്റ് എക്സ് ബി ദ റാൻഡം വേരിയബിൾ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഇവിടെ വരുമ്പോൾ രണ്ട് വേരിയബിൾസ്, ചില കേസസിൽ നമ്മൾ 3 വേരിയബിൾസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ രണ്ട് കോയിൻസ് സൈമൾട്ടേനിയസ് ആയിട്ട് ടോസ് ചെയ്യണം. രണ്ട് കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ എക്സ് എന്ന് പറയുന്ന എക്സ് ഡിനോട്ട് ദ സം ഓഫ് നമ്പർ ഷോൺ, ഓക്കെ, നമ്പർ ഷോൺ, ആൻഡ് വൈ ഡിനോട്ട് ഡിഫറൻസ് ഓഫ് ദ നമ്പർ, ഡിഫറൻസ് ഓഫ് ദ നമ്പർ. അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് എക്സ് എന്ന് പറയുന്ന ഇപ്പോൾ ഒരു രണ്ട് കോയിൻസ് രണ്ട് ഡൈസ് ഒരുമിച്ച് ടോസ് ചെയ്യുകയാണെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കം നമുക്കറിയാലോ, 1 1 1 2 1 3, അങ്ങനെ നമുക്ക് എവിടെ മുതൽ 6 1 6 2 അപ് ടു 6 6 വരെ കിട്ടും. അപ്പോൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിന് വരുന്ന വാല്യൂസ് ഏതൊക്കെയായിരിക്കും? നമ്പേഴ്സിൻ്റെ സമ്മ്. അപ്പോൾ എന്തൊക്കെ വരും? 2 വരാം, 3 വരാം, 4 വരാം, അപ് ടു 12 വരെ മാക്സിമം വരാം. റെപ്പറ്റീഷൻ ഇല്ല, മാക്സിമം വരാൻ പറ്റുന്ന വാല്യൂ 12. ഇനി അതേപോലെ വൈക്കും വാല്യൂസ് എടുക്കാമല്ലോ. ഡിഫറൻസ് ഓഫ് ദ നമ്പേഴ്സ്, ഡിഫറൻസ് ഓഫ് ദ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്തുവരും? ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് ഡിപ്പെൻഡ് ഓൺ സിറ്റുവേഷൻ വേണമെങ്കിൽ നെഗറ്റീവ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ്സ് എടുക്കാം. ചിലയിടത്ത് അബ്സല്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് എടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ എക്സും വൈയും രണ്ട് റാൻഡം വേരിയബിൾ ആണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒന്നിലധികം റാൻഡം വേരിയബിൾസ് അല്ലെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് റാൻഡം വേരിയബിൾസിനെ ഒരേ എക്സ്പെരിമെൻറ്റിൽ തന്നെ യൂസ് ചെയ്ത് പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാറുണ്ട്. ഇത് ചിലപ്പോൾ ഡിസ്ക്രീറ്റ് ആവാം, കണ്ടിന്യൂസ് ആവാം. ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഡിസ്ക്രീറ്റ് ആണ്. എക്സിൻ്റെ വാല്യൂസ് 1 2 3 4 അല്ലെ വൈയുടെ വാല്യൂസ് 1 2 3 4. ഇതേ സെയിം സാധനം കണ്ടിന്യൂസ് ആവാം കേട്ടോ. ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് ജോയിന്റ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ എഴുതുന്നതിനാണ് ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ മാസ് ഫംഗ്ഷൻ, ഓക്കെ, ഡിസ്ക്രീറ്റ് ആണെങ്കിൽ മാസ് ഫംഗ്ഷൻ. ഇപ്പം നമ്മൾ മാസ് ഫംഗ്ഷൻ്റെയാണ് പറഞ്ഞു പോകുന്നത്. ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ് പറഞ്ഞു പോകുന്നത്. ദാറ്റ് മീൻസ് എക്സിന് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് എടുക്കാൻ പറ്റും, x1 x2 എക്സെട്ര. സെയിം ആസ് വൈക്കും പല വാല്യൂസ് പറ്റുമല്ലോ, y1 y2 എക്സെട്ര. ഇനി ഇതിനെ രണ്ടിനും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ എടുക്കുക. എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂ സ്മോൾ ലെറ്റർ എക്സ്, വൈക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂ വൈ, സ്മോൾ ലെറ്റർ വൈ. ഇതിനെ രണ്ടിനും കൂടെ കമ്പൈൻ ചെയ്ത് ഇതിൻ്റെ പ്രോബബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ PDF എഴുതുക. അതിനെയാണ് നമ്മൾ പറയുന്നത് ജോയിൻ PDF എന്ന്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന P of xy ഓർ F of xy എന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ വരിക, ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷന് റേഞ്ച് ഓഫ് വേരിയേഷൻ ഓഫ് എക്സ് ആർ എക്സ് ഈക്വൽ ടു x1 x2 എക്സെട്ര. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സിന് എടുക്കാൻ വരുന്ന വാല്യൂ ദാറ്റ് വൺ, ആൻഡ് ദാറ്റ് ഓഫ് ആർ വൈ ഈക്വൽ ടു y1 y2 എക്സെട്ര റെസ്പെക്റ്റീവ്ലി. ദ പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് എക്സ് ഈക്വൽ ടു എക്സ്, വൈ ഈക്വൽ ടു വൈ, ആൻഡ് ക്യാപിറ്റൽ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ് സ്മോൾ ലെറ്റർ എക്സ്. അത് x1 x2 എക്സെട്ര എന്തെങ്കിലും ആവാം. വൈക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് y1 y2 y3 എന്തെങ്കിലും ആവാം. ഓക്കെ, എക്സ് ഏതായിരിക്കണം? എക്സ് എന്ന് പറയുന്ന ഈ സെറ്റിനകത്ത് എലമെൻ്റ് ആയിരിക്കണം. അതേപോലെ വൈ എന്ന് പറയുന്ന ഈ സെറ്റിനകത്ത് എലമെൻറ്റും ആയിരിക്കണം. അപ്പോൾ ഇതിനെ കമ്പൈൻ ചെയ്ത് ഇതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ പറയുന്നതാണ് ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഓഫ് ദ വേരിയബിൾ. അപ്പോൾ ഇതിൻ്റെ വേരിയബിൾ പെയർ രണ്ട് വേരിയബിൾസും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതിനെ P of xy അല്ലെങ്കിൽ F of xy എന്നായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. അതേപോലെ എക്സ് എലമെന്റ് ഓഫ് ആർ എക്സ് ആയിരിക്കണം, വൈ എലമെന്റ് ഓഫ് ആർ വൈ ആയിരിക്കണം. ഇതിനെയാണ് ജോയിന്റ് PMF എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ടേം എന്ന് പറയുന്നത് ദിസ് വൺ. ഇങ്ങനെ എഴുതാൻ കാണിക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജോയിന്റ് PMF. ഓക്കെ, ഇനി ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസ് എന്തായിരിക്കും വരിക? നമുക്ക് സാധാരണ ബാക്കിയുള്ളതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പോലെ തന്നെ എല്ലാത്തിനും പ്രോപ്പർട്ടി. ഫസ്റ്റ് വൺ എന്തായിരുന്നു? P of xy എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, പ്രോബബിലിറ്റി 0 അതിനേക്കാൾ വലുതോ ആയിരിക്കണം.
സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ആകുമ്പോൾ എന്തൊരു സമ്മേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ടോട്ടൽ പ്രോബബിലിറ്റി എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ, ഇവിടെ രണ്ട് വേരിയബിൾ ഉണ്ട്, എക്സും ഉണ്ട് വൈയും ഉണ്ട്. എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് വൈക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എന്തായിരിക്കണം? ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയിരിക്കണം. പ്രോപ്പർട്ടീസ് ഒക്കെ നോട്ട് പ്രിപ്പയർ ചെയ്തോണം. ഈ 3 പ്രോപ്പർട്ടീസ് ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ പി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. ഇതേ പാറ്റേണിൽ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിരുന്നു. പി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വരുമ്പോൾ എക്സ് മാത്രമല്ലല്ലോ, ഒരു വേരിയബിളൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റേഞ്ചിനെ ഞാൻ കാണിക്കുന്നത് സി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എക്സ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്ന ഇത് വൈ അല്ലേ, അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ വൈ ലെസ് ദാൻ ഡി എന്ന് പറയുന്നത് summation over a less than x less than b and summation over c less than y less than d p of x y എന്നായിരിക്കും വരിക. നമ്മൾ പ്രോബ്ലം ചെയ്യുന്നുണ്ട് ഈ പ്രോപ്പർട്ടീസ് എല്ലാം വെച്ചിട്ട് അപ്ലൈ ചെയ്ത് അതായത് നമുക്ക് തന്നിരിക്കുന്ന റേഞ്ച് എന്താണോ, ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ വേരി ചെയ്യുന്നത് 0ക്കും 2നും ഇടയ്ക്കായിരിക്കും. അതേപോലെ വൈയുടെ വാല്യൂ വേരി ചെയ്യുന്നത് ഒരു 3ക്കും 5നും ഇടയ്ക്കാണെന്ന് വെച്ചോ. അപ്പം നമ്മളെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? ഇതിൻ്റെ റേഞ്ച് എക്സിൻ്റെ 0 മുതൽ എക്സ് വരെ, അതായത് എക്സിൻ്റെ വാല്യൂ എവിടെ മുതൽ 0 മുതൽ 2 വരെ, അതേപോലെ വൈയുടെ വാല്യൂ എവിടെ മുതൽ 3 മുതൽ 5 വരെ. പിന്നെ എന്താണോ തന്നിരിക്കുന്ന ഫംഗ്ഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പ്രോബ്ലം സോൾവ് ചെയ്യുക. നമുക്ക് പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ആ ടെക്നിക്ക് ക്ലിയർ ആവും. ഇക്വേഷൻസ് ഏതായാലും പ്രോപ്പർട്ടീസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. സോ ബൈ ഹാർട്ട് ചെയ്യുക. ബൈ ഹാർട്ട് പ്രോബ്ലംസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ബൈ ഹാർട്ട് ആയിക്കോളും. അപ്പോൾ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതുപോലെ ജോയിൻ PDF എന്താണെന്നുള്ള നോട്ട് ഓൾറെഡി ഒരു ഡെഫിനേഷൻ പോലെ ഇവിടെ തന്നിട്ടുണ്ട്, എക്സ്പ്ലനേഷൻ. സോ ഇത് തന്നെ യൂസ് ചെയ്യുക. ദെൻ നമുക്കിനി എക്സാമ്പിളിലോട്ട് കയറാം. എക്സാമ്പിളിലോട്ട് കയറുമ്പോൾ ഓൾമോസ്റ്റ് ഈ ടേംസ് എല്ലാം അല്ലെങ്കിൽ ഈ 3 പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തിട്ടായിരിക്കും എക്സാമ്പിളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാം. Consider an example of tossing 2 unbiased coins. എപ്പോഴും നമുക്ക് അൺബയാസ്ഡ് അല്ലെങ്കിൽ ഫെയർ കോയിൻസ് എന്നൊക്കെ തന്നിരിക്കും. ദാറ്റ് മീൻസ് പാർഷ്യാലിറ്റി ഒന്നും ഉണ്ടാവില്ല എന്ന് കാണിക്കാനായിട്ട്. ലെറ്റ് എക്സ് ഈക്വൽ ടു 1 ഇഫ് ദ ഫസ്റ്റ് കോയിൻ ഷോസ് ടെയിൽ. ഓക്കെ, എക്സിന് ഫസ്റ്റ് കോയിൻ ടെയിൽ കാണിച്ചാൽ നമ്മൾ എന്ത് എഴുതും? എക്സിൻ്റെ വാല്യൂ 1 എന്നാകും. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഈക്വൽ ടു 0 ഇഫ് ഇറ്റ് ഷോസ് ഹെഡ്. ഫസ്റ്റ് കോയിൻ ഇത് കാണിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? എക്സിന് 0 കൊടുക്കും. ആൻഡ് ലെറ്റ് y denote the total number of tail. y denote the total number of tails. Total number of tails. അപ്പോൾ ഇത്രമാണ് വരിക ക്വസ്റ്റ്യൻ വരിക. നമുക്ക് എന്ത് ചെയ്യണം? ഫൈൻഡ് ദ ജോയിൻറ്റ് പ്രോബബിലിറ്റി മാസസ്. ഇതൊരു എക്സാമ്പിൾ പോലാണ്. അപ്പം ഞാനിത് ക്വസ്റ്റ്യൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഫൈൻഡ് ദ ജോയിൻറ്റ് probability masses. Okay, അപ്പോൾ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? എക്സിന് എടുക്കാൻ പറ്റുന്ന ഇതിനെ ഞാൻ റേഞ്ച് സെറ്റ് RX എന്ന് കാണിക്കുന്നു. എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? 0 or 1. 0 എപ്പോഴാണ് വരുന്നത്? ഹെഡ് കാണിക്കുമ്പോഴാണ്. എന്താ നമ്മുടെ എക്സ് കോയിൻ ഹെഡ് കാണിക്കുമ്പോൾ 0. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ ആണ് 1. 1 എപ്പോഴായിരുന്നു? നമ്മുടെ കോയിൻ ടെയിൽ കാണിക്കുമ്പോൾ. ഇനി വൈക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂ ടോട്ടൽ നമ്പർ ഓഫ് ടെയിൽ. ടോട്ടൽ നമ്പർ ഓഫ് ടെയിൽ എന്ന് പറയുമ്പോൾ 2 കോയിനും ടെയിൽ കാണിക്കാതിരിക്കാം. ദാറ്റ് മീൻസ് അവിടെ ടോട്ടൽ നമ്പർ ഓഫ് ടെയിൽ 0. ഏതെങ്കിലും ഒരു കോയിൻ ടെയിൽ കാണിക്കാം. ദാറ്റ് മീൻസ് 1. പിന്നെ വേറൊരു ഓപ്ഷനുള്ള എന്താ? 2 കോയിൻസും ടെയിൽ കാണിക്കാം. 2 കോയിൻസും ടെയിൽ കാണിക്കുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ടെയിൽ എന്തോരും? 2 വരും. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് എല്ലാം ഒന്ന് എഴുതി നോക്കണം. HH, HT, TH ആൻഡ് TT. ഓക്കെ, ഇവിടെ നോക്കിയേ. ടോട്ടൽ നമ്പർ ഓഫ് ടെയിൽ 0, ടോട്ടൽ നമ്പർ ഓഫ് ടെയിൽ 1, ടോട്ടൽ നമ്പർ ഓഫ് ടെയിൽ 1, ടോട്ടൽ നമ്പർ ഓഫ് ടെയിൽ 2. അപ്പോൾ റെപ്പിറ്റേഷൻ അവോയ്ഡ് ചെയ്തിട്ടാണ്
വൈയുടെ വാല്യൂ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ജോയിന്റ് പ്രോബബിലിറ്റീസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോണേ. എക്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയായിരുന്നു? 0യും 1ഉം. വൈക്ക് പോസിബിൾ ആയിട്ടുള്ള 0, 1 and 2. ജോയിന്റ് പ്രോബബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ കോമ്പിനേഷൻസും എടുക്കണം. ആദ്യം എക്സിന് 0 വരാം, പിന്നെ എന്ത് വരാം? വൈക്കും 0 വരാം. എക്സിന്റെ ഫസ്റ്റ് വാല്യൂം വൈയുടെ ഫസ്റ്റ് വാല്യൂം കൊടുത്തു. എക്സ് 0 വൈ 0 എന്ന് എന്താ മീൻ ചെയ്യുന്നത്? എക്സ് 0 ആണെങ്കിൽ എന്തായിരുന്നു? നമുക്ക് ഹെഡ് ആണ് കിട്ടിയിരിക്കുന്നത്. വൈ 0 ആണ് എന്താ മീനിങ്? വൈ 0 ആണെങ്കിലുള്ള മീനിങ് ടോട്ടൽ നമ്പർ ഓഫ് ടെയിൽ എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെ എത്ര ഓപ്ഷൻസ് ഉണ്ട്? അതായത് നമ്പർ ഓഫ് ഹെഡ്സ് 0, നമ്പർ ഓഫ് ഫസ്റ്റ് കോയിനിൽ ഹെഡ് ആണ് കിട്ടിയിരിക്കുന്നത്, അതല്ലേ? ഫസ്റ്റ് കോയിൻ ഷോസ് ഹെഡ്. അപ്പോഴാണല്ലോ എക്സ് 0 വരുന്നത്, അല്ലേ? പിന്നെ വൈ 0 വരുന്നത് എന്താ? നോ ടെയിൽ. നോ ടെയിൽ വരുമ്പോഴാണ് വൈ 0 വന്നത്. ഇത് രണ്ടും എത്ര ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്തൊക്കെ? എച്ച് എച്ച്, എച്ച് ടി, ടി എച്ച് ആൻഡ് ടി ടി. അപ്പോൾ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് കോയിൻ ഹെഡ് കാണിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഫസ്റ്റ് കോയിൻ ഹെഡ് കാണിച്ച 3 ഓപ്ഷൻസ് ഉണ്ട്, സോറി 2 ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് ടെയിൽ 0 ആണ്. അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് പറ്റില്ലല്ലോ. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ടെയിൽ 1 ആണല്ലോ. ഈ ഓപ്ഷൻ പോസിബിൾ ആണല്ലോ. ഫസ്റ്റ് കോയിൻ ഹെഡ് കാണിച്ചു, ഫസ്റ്റ് കോയിൻ ദാ ഹെഡ് ആണ്. അതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് ടെയിൽസ് എന്ന് പറയുന്നത് 0 ആണ്. 0 ടെയിൽ ആണല്ലോ ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഔട്ട് ഓഫ് 4ൽ ഒരു പോസിബിൾ ഔട്ട്കം ആണ് നമുക്കുള്ളത്. ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് 0യും വൈ 0 ആയുള്ള പ്രോബബിലിറ്റി 1/4. ഇല്ലെങ്കിൽ ഇച്ചിരൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതുക. ഇങ്ങനെ എഴുതിക്കോളാം, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഫസ്റ്റ് കോയിൻ ഷോസ് ഹെഡ് എന്ന് എഴുതിക്കോ. ഫസ്റ്റ് കോയിൻ ഷോസ് ഹെഡ് ആൻഡ് കോമ വൈ എന്തായിരുന്നു? ടോട്ടൽ ടെയിൽ, ടോട്ടൽ നമ്പർ ഓഫ് ടെയിൽ equal to 0. Okay, that's equal to 1/4. അടുത്ത ഓപ്ഷൻ എന്താ? ആദ്യം ഞാൻ പി ഓഫ് എക്സിന് 0 വരുന്നു, വൈക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാ വാല്യൂസും. എക്സിന് 0 വരുന്നു, വൈയുടെ ഫുൾ കോമ്പിനേഷൻ എടുക്കുകയാണ്. ഇനി വൈക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ എന്താ? 1. വൈക്ക് 1 കൊടുക്കാന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താ? പ്രോബബിലിറ്റി ഓഫ് എക്സ് 0 ആകുമ്പോൾ എന്താ? എക്സ് 0 എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് കോയിൻ ഷോസ് ഹെഡ്, അല്ലേ? ഫസ്റ്റ് കോയിൻ ഹെഡ് ഷോ കാണിച്ചു. വൈ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ എന്താ? വൈ എന്താ? നമ്പർ ഓഫ് ടെയിൽസ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ വൈ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടെയിൽ ഈക്വൽ ടു 1. ഒരു ടെയിൽ കിട്ടണം. അങ്ങനത്തെ എന്താ ഓപ്ഷൻ ഉള്ളത്? ഫസ്റ്റ് കോയിൻ ഹെഡും കാണിക്കണം, ടോട്ടൽ നമ്പർ ഓഫ് ടെയിൽസ് 1 ആയിരിക്കണം. നമുക്ക് ഹെഡും ടെയിലും എടുത്തൂടെ, അല്ലെ? ഹെഡ് എടുക്കുവാണെങ്കിൽ അതിനകത്ത് നമ്പർ ഓഫ് ടെയിൽസ് 0 ആണ്, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. നമ്പർ ഓഫ് ടെയിൽ 1 തന്നെ കിട്ടണം. ഹെഡും ടെയിലും എടുക്കുമ്പോൾ നോക്കിയേ, ഫസ്റ്റ് കോയിൻ ഹെഡ് കാണിച്ചു, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് ടെയിൽ 1 ആണ്, അപ്പോൾ ആ ഓപ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. തേർഡ് വൺ നോക്കിയേ, ടെയിൽ ഹെഡ്. ഇവിടെ ഫസ്റ്റ് കോയിൻ കാണിക്കുന്ന ടെയിലാണ്. ഫസ്റ്റ് കോയിൻ എന്ത് കാണിക്കണം എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ഹെഡ് കാണിക്കണം. പക്ഷെ ഇവിടെ ടെയിലാണ്. നമ്പർ ഓഫ് ടെയിൽ 1 കിട്ടുന്നുണ്ട്. രണ്ട് കണ്ടീഷനും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യണം. അടുത്ത ടി ടി എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് കോയിന് ടെയിലാണ് കാണിക്കുന്നത്, അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. നമ്പർ ഓഫ് ടെയിൽ 2 വരുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അതെന്താണ്? പി ഓഫ് ഗെറ്റിംഗ് ഏതായിരുന്നു? എച്ച് ടി. ഫസ്റ്റ് കോയിൻ ഷോസ് ഹെഡ് ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ടെയിൽ ഈക്വൽ ടു 1. ദാറ്റ്സ് ഈക്വൽ ടു 1/4. ഔട്ട് ഓഫ് 4 ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ അല്ലേ വരുന്നുള്ളൂ. അടുത്തത് എക്സിന് 0യും വൈക്ക് 2ഉം. എക്സിന് 0 എന്ന് പറയുമ്പോൾ എന്താ? ഫസ്റ്റ് കോയിൻ ഷോസ് ഹെഡ്. ഫസ്റ്റ് കോയിൻ ഹെഡും കാണിക്കണം, അതേപോലെ നമ്പർ ഓഫ് ടെയിൽസ് എന്താണ്? 2 ആയിരിക്കണം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഫസ്റ്റ് കോയിൻ ഹെഡ് കാണിക്കാം, ഓക്കെ. പക്ഷെ പിന്നെ നമ്പർ ഓഫ് കോയിൻസ് 2 എന്ന് പറയുമ്പോഴത്തേക്കിന് ആകെപ്പാടെ 2 കോയിനാണ് നമ്മൾ ടോസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ ഒറ്റൊരെണ്ണവേ ടെയിൽ കാണിക്കാനായിട്ട് ബാക്കിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനെ ഇതിനകത്ത് വരുന്നില്ല. ഇല്ല പിന്നെ ടെയിൽ എടുക്കാം, പക്ഷെ ടെയിൽ എടുക്കുമ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഫസ്റ്റ് കോയിൻ ഹെഡ് കാണിക്കുന്നുണ്ടോ? ഇല്ല.
അപ്പോൾ ഈ ഓപ്ഷൻ പോസിബിൾ അല്ല. ഇങ്ങനൊരു കേസ് ഇതിനകത്തില്ല. അതുകൊണ്ട് അതിന്റെ പ്രോബബിലിറ്റി എന്താണ്? പ്രോബബിലിറ്റി ഓഫ് നൾ. ഇത് പോസിബിൾ അല്ല. ദാറ്റ്സ് ഈക്വൽ ടു 0. അടുത്തത് ഇനി അപ്പോൾ എക്സിന് 0 കൊടുത്തിട്ട് വൈക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ വാല്യൂസും നമ്മൾ കൊടുത്തു. അടുത്ത ഇനി എന്താ? എക്സിന് 1 കൊടുക്കുക, ദെൻ വൈക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ പോസിബിൾ വാല്യൂസും. എക്സിന് 1 കൊടുക്കുക, പിന്നെ വൈക്ക് കൊടുക്കാൻ പറ്റുന്ന ആദ്യത്തെ വാല്യൂ എന്താ? y0. x1 y0 എന്ന് പറയുമ്പോൾ എന്താണ്? x1 ആവുന്നപ്പോൾ ഫസ്റ്റ് കോയിൻ ഷോസ് ടെയിൽ. ഫസ്റ്റ് കോയിൻ ടെയിലും കാണിക്കണം. അടുത്ത ഓപ്ഷൻ എന്താ? y എന്തായിരുന്നു? y എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടെയിൽ ആണ്. അപ്പോൾ y ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടെയിൽ ഈക്വൽ ടു 0 എന്നല്ലേ? ഫസ്റ്റ് കോയിൻ ടെയിലും കാണിക്കണം, പക്ഷെ ടോട്ടൽ നമ്പർ ഓഫ് ടെയിൽ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അങ്ങനൊരു ഓപ്ഷൻ ഇല്ല. ഒന്നെങ്കിൽ ഇവിടെ വരുമ്പോൾ നമ്പർ ഓഫ് ടെയിൽ 0 ആണ്, പക്ഷെ ഫസ്റ്റ് കോയിൻ ഹെഡ് ആണ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് കോയിൻ ടെയിൽ തന്നെ കാണിക്കണം. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അതും എന്താണ്? നൾ. ദാറ്റ്സ് ഈക്വൽ ടു 0. അടുത്ത എന്താ? ഫസ്റ്റ് എക്സിന് 1, വൈക്ക് ഇനി കൊടുക്കാൻ പറ്റുന്ന വാല്യൂ ഏതാ? 1. ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്താ? ഫസ്റ്റ് കോയിൻ ഷോസ് ടെയിൽ. ഫസ്റ്റ് കോയിൻ ടെയിൽ കാണിക്കണം. അതേപോലെ വേറെന്താ വേണ്ടേ? നമ്പർ ഓഫ് y എന്തായിരുന്നു? നമ്പർ ഓഫ് ടെയിൽ. നമ്പർ ഓഫ് ടെയിൽസ് എന്തായിരിക്കണം? ടെയിൽ ഈക്വൽ ടു 1. ഫസ്റ്റ് കോയിൻ ടെയിൽ കാണിക്കണം. ഫസ്റ്റ് കോയിൻ ടെയിൽ കാണിക്കുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കോയിന് t വരിക. ടോട്ടൽ നമ്പർ ഓഫ് ടെയിൽ 1 ആകാൻ പാടുള്ളൂ. ദാറ്റ് മീൻസ് അടുത്തത് h വരിക. എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്? ഫസ്റ്റ് കോയിൻ ടെയിൽ കാണിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 2 ഓപ്ഷൻ ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ആദ്യത്തെ കോയിൻ ടെയിലും കാണിക്കണം, പക്ഷെ ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് ടെയിൽ 1 ആയിരിക്കണം. ഇവിടെ വരുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടെയിൽസ് 2 ആവില്ലേ? അപ്പോൾ നമുക്ക് ഒരേ ഒരു ഓപ്ഷനേ പോസിബിൾ ആയിട്ടുള്ളൂ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് TH അല്ലേ? TH കിട്ടിയാൽ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഔട്ട് ഓഫ് 4ൽ ഒറ്റേ ഒരെണ്ണമേ ഇങ്ങനെ കിട്ടുന്നുള്ളൂ. HT എന്തുകൊണ്ട് നമ്മൾ എടുത്തില്ല? HTയിൽ ഫസ്റ്റ് കോയിൻ എന്താ? ഹെഡ് ആണ് കാണിക്കുന്നത്. x1 വരണമെങ്കിൽ ഫസ്റ്റ് കോയിൻ എന്തായിരിക്കണം? ടെയിൽ ആയിരിക്കണം. x1 ആയതുകൊണ്ട് അപ്പോൾ HT പോസിബിൾ അല്ല. ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ ഏതാന്ന് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് x ഈക്വൽ ടു 1 ആൻഡ് y ഈക്വൽ ടു 2 അല്ലേ? ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്തോരും? ഫസ്റ്റ് കോയിൻ ടെയിൽ കാണിക്കണം. ഫസ്റ്റ് കോയിൻ ഷോസ് ടെയിൽ ആൻഡ് അടുത്തത് എന്താ? y ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടെയിൽ ഈക്വൽ ടു എന്തോരും? 2. ഫസ്റ്റ് കോയിൻ ടെയിൽ കാണിക്കാം, അത് ഓപ്ഷൻ ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഫസ്റ്റ് കോയിൻ ടെയിൽ കാണിക്കുന്ന ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട്? TH ഉണ്ട്, TT ഉണ്ട്. ഫസ്റ്റ് കോയിൻ ടെയിൽ കാണിച്ചു, ടോട്ടൽ നമ്പർ ഓഫ് ടെയിൽ 2 ആയിരിക്കണം. അപ്പോൾ ഈ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്തൂടെ? ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ടെയിൽ 1 വരുന്നുള്ളൂ. അപ്പോൾ ഏത് യൂസ് ചെയ്യാം? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് TT. P ഓഫ് ഗെറ്റിംഗ് TT. TT എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടാനായിട്ട് ഔട്ട് ഓഫ് 4ൽ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ എന്ത് എഴുതാം? 1/4. അപ്പോൾ എല്ലാ ഡേറ്റയും നമുക്ക് അറിയാലോ. എല്ലാ ഡേറ്റ ഇൻ ദ സെൻസ് എക്സിന് 0 ആൻഡ് വൈക്ക് 1. അപ്പോൾ എന്തായിരുന്നു വന്നത്? 1/4. അതേപോലെ എക്സിന് 0 ആൻഡ് വൈക്ക്, ഇവിടെ വൈക്ക് 0 ആയിരുന്നു, വൈക്ക് 1, അതും 1/4. പിന്നെ ഉണ്ടായിരുന്ന എക്സിന് 0 ആൻഡ് വൈക്ക് 2. അതെന്തായിരുന്നു? എക്സ് 0 വൈ 2 0 അല്ലായിരുന്നു. അടുത്തത് എക്സിന് 1 വൈ 0. ഇതൊക്കെ നമ്മൾ ചെയ്ത് ഞാൻ ഒന്നുകൂടെ അങ്ങ് എടുത്തെഴുതുന്നതേ ഉള്ളൂ. ഇതാ ഇതിൻ്റെയൊക്കെ ഫൈനൽ ആൻസേഴ്സ് ഞാനൊന്ന് എടുത്തെഴുതുന്നതേ ഉള്ളൂ. x1 വൈ 0. x1 വൈ 0 ആയപ്പോൾ 0. അടുത്ത എന്തായിരുന്നു? x1 വൈ 1. x1 വൈ 1 എന്ന് പറയുമ്പോൾ ഈ ഓപ്ഷൻ അല്ലായിരുന്നു. ദാറ്റ്സ് ഈക്വൽ ടു 1/4. അടുത്തത് x1 വൈ 2. എക്സിന് 1 വൈ 2 ആകുമ്പോഴുള്ള പ്രോബബിലിറ്റി അഗെയിൻ 1/4. കിട്ടിയല്ലോ. ഇതിപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമ്മൾ ജോയിൻറ്റ് പ്രോബബിലിറ്റി എഴുതാൻ പോകണം. ജോയിൻറ്റ് പ്രോബബിലിറ്റി എഴുതുമ്പോൾ ഓരോന്നിനും സ്പെഷ്യൽ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എക്സ് വൈ ഇങ്ങനെ കാണിക്കുകയാണ്. എക്സിന് എടുക്കാൻ പറ്റുന്ന പോസിബിൾ വാല്യൂസ് എല്ലാം ഇങ്ങോട്ടേക്ക് കാണിക്കും. വൈക്ക് എടുക്കാൻ പറ്റുന്ന പോസിബിൾ വാല്യൂസ് എല്ലാം താഴേക്ക് കാണിക്കും. എക്സിന് എടുക്കാൻ പറ്റുന്ന പോസിബിൾ വാല്യൂ 0 ഉം 1 ഉം. വൈക്ക് എടുക്കാൻ പറ്റുന്ന 0, 1 ആൻഡ് 2. ഇനി കോമ്പിനേഷൻ നോക്കാം.
x0 x0യും y0യും x0യും y0യും വന്നപ്പോൾ പ്രോബബിലിറ്റി എന്തായിരുന്നു 1/4 ദിസ് വൺ അല്ലേ x0 y0. അടുത്തത് നേരെ ഇങ്ങോട്ടേക്ക് എഴുതാണ് x1ഉം y0യും x1ഉം y0യും പ്രോബബിലിറ്റി എന്താണ് 0. അപ്പോൾ ആ ഒരു റോ കഴിഞ്ഞു. അടുത്തത് x0യും y1ഉം x0 y1 എന്ന് പറയുമ്പോൾ എന്തൊരു 1/4. നെക്സ്റ്റ് വൺ എന്താണ് x1 y1 x1 y1 1/4. ഓക്കെ അടുത്തത് എന്താ ആ ഒരു റോയും കഴിഞ്ഞു. അടുത്ത x0യും y2 x0 y2 അതിൻ്റെ പ്രോബബിലിറ്റി 0. അടുത്തത് x1ഉം y2 x1 y2 ദാറ്റ്സ് ഈക്വൽ ടു 1/4. ഇനി ഇങ്ങനെ എഴുതുന്നതിന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ x എന്നും ഇവിടെ y എന്നും കൊടുത്തോളാം ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട്. ഇതാണ് പ്രോബബിലിറ്റി മാസസ്. ഓക്കെ പ്രോബബിലിറ്റി ജോയിന്റ് പ്രോബബിലിറ്റി മാസസ്. അപ്പോൾ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഇനിയും വരുന്നത് ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഡിസ്ട്രിബ്യൂഷൻ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ് തൊട്ട് മുന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ നേരത്തെ സാധാ എന്താ ഒറ്റ വേരിയബിൾ ആണെങ്കിൽ ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്തിരുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് വൈ. ഇവിടെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും ക്യാപിറ്റൽ എഫ് എക്സ് വൈ ഓഫ് എക്സ് വൈ. ജോയിന്റ് ആയതുകൊണ്ട് എക്സ് വൈ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം പ്രോബബിലിറ്റി ഓഫ് എക്സിന്റെ വാല്യൂ ലെസ് ദാൻ എക്സ് രണ്ട് കേസസും എഴുതണം. നമ്മളിത് ഒറ്റ കേസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഇത് മാത്രമായിരുന്നു ജോയിന്റ് പി എം എഫ് ഒക്കെ നമ്മൾ എഴുതിയപ്പോൾ എഴുതിക്കൊണ്ടിരുന്നത്. എക്സിന്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാൾ ചെറുതോ ഇപ്പം എന്താ എക്സിന് സ്മോൾ ലെറ്റർ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂ 0 1 2 3 ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 2 എന്ന് പറയുന്നത് എന്തൊക്കെ വരും 2വിനേക്കാൾ ചെറിയതിൻ്റെ പ്രോബബിലിറ്റീസ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പഴയ ടോപ്പിക്സൂടെ എന്താ ഒന്ന് റീകളക്ട് ചെയ്താലേ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ബേസിക് ആയിട്ടുള്ള. ഓക്കെ ഇവിടെ വരുമ്പോൾ വേർ x y element of R real number. Okay then നമ്മൾ f of x y നെ അതായത് ജോയിന്റ് ഡിസ്ട്രിബ്യൂഷനെ എഫ് എക്സ് വൈ ഓഫ് എക്സ് വൈ എന്നും അല്ല എങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ എന്നായിരിക്കും. ദിസ് ഈസ് കോൾഡ് ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ function of xy. Okay അപ്പോൾ ഈ ഡെഫിനിഷൻ കാണാൻ പഠിച്ചോണം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇനി നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഡെഫിനിഷനും പ്രോപ്പർട്ടീസും എല്ലാം ബൈ ഹാർട്ട് ആക്കിക്കോണം. മനസ്സിലായാൽ മതി, നമുക്ക് ഓൺവേർഡ്സിൽ എഴുതാവുന്നതേ ഉള്ളൂ, എന്നാലും ആ ഒരു പാറ്റേൺ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇനി പ്രോപ്പർട്ടീസ് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി f of xy of മൈനസ് ഇൻഫിനിറ്റി y അതായത് എക്സിൻ്റെ വാല്യൂ ഏറ്റവും മിനിമം. അടുത്തത് എഫ് ഓഫ് എക്സ് വൈ എക്സ് മൈനസ് ഇൻഫിനിറ്റി അതായത് വൈയുടെ വാല്യൂ ഏറ്റവും മിനിമം. ദെൻ എഫ് ഓഫ് എക്സ് വൈ മൈനസ് ഇൻഫിനിറ്റി ഈക്വൽ ടു 0. ഏതെങ്കിലും ഒരു കേസ് ഏറ്റവും മിനിമം ആയിക്കഴിഞ്ഞാൽ അതെന്തായിരിക്കും 0 ആയിരിക്കും. ഒന്നോ അല്ലെങ്കിൽ രണ്ടെണ്ണോ. എക്സിന് ഏറ്റവും മിനിമം എടുക്കാം. മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പോസിബിൾ വാല്യൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞു പോയിരിക്കുന്നത്. ഓക്കെ അതായത് എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 0. നമ്മൾ മിക്കവാറും പ്രോബ്ലം ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ എക്സ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്നാണെങ്കിൽ നമ്മൾ എക്സ് ലെസ് ദാൻ 0 ആയിരിക്കും എപ്പോഴും പ്രോബബിലിറ്റി അതിൻ്റെ എഫ് ഓഫ് എക്സ് ആയിരിക്കും 0 ആയിട്ട് എടുക്കുക. ഓക്കെ നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ പഠിച്ചപ്പോൾ പ്രോബ്ലം ചെയ്ത് പോയിട്ടുണ്ട്. അടുത്തത് എഫ് ഓഫ് എക്സ് വൈ ഇൻഫിനിറ്റി അതായത് എക്സിന് മാക്സിമം വൈക്ക് മാക്സിമം. അപ്പോൾ പ്രോബബിലിറ്റി എന്തായിരിക്കും മാക്സിമം വരാൻ പറ്റുന്ന പ്രോബബിലിറ്റി ദാറ്റ്സ് ഈക്വൽ ടു 1. തേർഡ് പ്രോപ്പർട്ടി
P of A less than x less than or equal to b, c less than y less than or equal to d ആണെങ്കിൽ, ഇങ്ങനാണെങ്കിൽ ഇക്വേഷൻ വരിക f of xy bd minus f of xy bc minus f of xy ad plus f of xy ac. പക്ഷെ പേടിക്കണ്ട, നമ്മൾ പ്രോബ്ലം ചെയ്യാൻ ഇക്വേഷൻ യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ലോജിക്കലി മീൻസ് എന്താ 3ക്കും 4നും ഇടയ്ക്കുള്ള അല്ലെങ്കിൽ 3ക്കും 6നും ഇടയ്ക്കുള്ള വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എന്തെടുക്കും 4 5 6 ഇതിൻ്റെ മൂന്നിൻ്റെ പ്രോബബിലിറ്റി ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് ആഡ് ചെയ്യുന്ന പരിപാടിയാണ്. ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുന്ന വളരെ റെയർ ആണ്, പക്ഷെ ഒന്ന് പഠിച്ചിരിക്കുക. അല്ലാതെ തന്നെ ലോജിക്ക് വെച്ചിട്ട് നമ്മളങ്ങ് ചെയ്തു പോവാണ് നോർമലി ചെയ്യുക. ഓക്കെ, ഈ ടോപ്പിക് അപ്പം കോൺസെപ്റ്റ് ഒന്ന് നോക്കി വെക്കുക. പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ PDF ഇത് വരുന്നുണ്ട്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ വരുന്നുണ്ട്. പിന്നെ ഒരു മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞ 1-2 ടോപ്പിക്സ് കൂടെ വരുന്നുണ്ട്. നമുക്ക് ഏകദേശം അത്രയുമാണ് ഈ മൊഡ്യൂളിനകത്ത് കംപ്ലീറ്റ് ആക്കാനുള്ളത്. നോട്ട്സ് ഇതിനകത്ത് ഞാൻ എല്ലാ ഡെഫിനിഷൻസ് ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ അത് തന്നെ യൂസ് ചെയ്താൽ മതി. അത് തന്നെ എഴുതിയെടുക്കുക. ഈ പ്രോപ്പർട്ടീസ് പിന്നെ അതുപോലെ ഇതതിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ആണ്. ഇത് തന്നെ നിങ്ങൾ എഴുതിയെടുക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.